ജീപ്പ് സഫാരി നിരോധിച്ച ഉത്തരവ് ഏതെങ്കിലും പഠനത്തിന്റെയോ ആധികാരികമായ ഉത്തരവിന്റെയോ അടിസ്ഥാനത്തിലല്ല നിരോധനമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജോയിന്റ് RTO, DYSP എന്നിവരുടെ സംയുക്ത പരിശോധന നടത്തി ലൈസൻസ് ഉള്ളതും പേപ്പർ ഭാഗം ശരിയായ വാഹനങ്ങൾക്ക് അനുമതി നൽകാമെന്നതാണ് കളക്ടർ ചെയർമാനായ DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ഒരു അപകടമുണ്ടായി എന്നതിന്റെ പേരിൽ ജീപ്പ് സർവീസ് പൂർണ്ണമായി നിരോധിക്കുന്നത് പ്രാകൃതമായ തീരുമാനമെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവ് പിൻവലിക്കാൻ കളക്ടർ തയ്യാറാവണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ജീപ്പ് സവാരികൾ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുക. ഏതെങ്കിലും പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള ആധികാരിക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്ന് പറയാൻ കഴിയില്ല. ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രധാനമായും ജീപ്പ് സവാരി ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കായ കുടുംബങ്ങളുണ്ട്. DTPC തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണായിട്ടുള്ള DTPCയുടെ എക്സിക്യൂട്ടീവ് തന്നെ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യം കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് സർവീസുകൾ നടത്തുന്ന കേന്ദ്രങ്ങളിൽ ജോയിന്റ് RTO, DYSP എന്നിവരുടെ സംയുക്തമായ പരിശോധനയോട് കൂടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പേപ്പർ ഭാഗം പൂർണ്ണമായി ക്ലിയർ ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം സർവീസ് നടത്താം എന്നതാണ് പൊതുവെ എടുത്തിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖല 10,000-കണക്കായ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ജീപ്പിലൂടെ ജോലിക്ക് രാവിലെ വരികയും ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അവരെ തന്നെ തിരിച്ച് അതേ വാഹന ഉടമകൾ തന്നെ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഈ ജില്ലയിലുള്ളത്. ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു വാഹനമുണ്ടായി അപകടം സംഭവിച്ചു ഒരാൾ മരണപ്പെടാനോ അല്ലെങ്കിൽ അപകടം സംഭവിക്കാനോ ഇടയായി എന്നുള്ളത് കൊണ്ട് എല്ലാ വാഹനങ്ങളും ജീപ്പ് സർവീസും പൂർണ്ണമായി നിരോധിക്കുന്നത് അങ്ങേയറ്റം പ്രാകൃതമായ തീരുമാനമാണ്. ഒരു ബസ് പറഞ്ഞാൽ ഉടനെ ബസ്സിലെ മുഴുവൻ വണ്ടി സർവീസ് നടത്തേണ്ട, ആ അപകടം നടന്നിട്ടുള്ളത് സംബന്ധിച്ച് അന്വേഷിക്കപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിനെതിരായി എത്രയും വേഗം ഈ നിരോധനം പിൻവലിക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തയ്യാറാവണം എന്നതാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം.